ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരു വീട് നോക്കി ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മോൻ്റെ കല്യാണം ശരിയായത്. അതിനുള്ള ഇവിടുത്തെ പൂജാവിധി ക്രമം ഞാൻ എല്ലാവർക്കും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആചാരപ്രകാരം അതെല്ലാം ചെയ്തതുകൊണ്ട് ഇപ്പോൾ മോൻ്റെ കല്യാണം ഫിക്സായി. വരുന്ന ഫെബ്രുവരിയിലാണ് കല്യാണം. എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായി. എൻ്റെ മോൻ്റെ കല്യാണം നടക്കണതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്തുകൊണ്ടാണ് കല്യാണം നടക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഫെബ്രുവരി 2-നാണ്. ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത്. എന്ന് വളരെയധികം സന്തോഷം. എൻ്റെ പേര് അനന്തു. ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം ഉറച്ചത്. ഫെബ്രുവരിയിലാണ് കല്യാണം. വളരെയധികം സന്തോഷം. ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ 23 ആഴ്ച ഇവിടെ വന്ന് ഭക്തിയോടെയും മനസ്സാലെയും ചെയ്ത നിങ്ങളെ കല്യാണവും നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മോൻ ഞാനിവിടെ വന്ന് 23 പൂജ നടത്തി എൻ്റെ മോൻ്റെ കല്യാണമായി. ഞാൻ കൊല്ലം മങ്ങാട് നിന്നായിരുന്നു വരുന്നത്. എൻ്റെ മോൻ്റെ കല്യാണം എല്ലാം ശരിയായി. ജനുവരി 19-ാം തീയതിയാണ് എൻ്റെ മോൻ്റെ കല്യാണം. ഇവിടെ വന്ന് 23 പൂജ നടത്തിയതിൽ എനിക്കത് ഫലം കിട്ടി. എൻ്റെ മോൻ്റെ കല്യാണം ഈ ഉമാമഹേശ്വരി അമ്പലത്തിൽ വെച്ചാണ് നടന്നത്. അതിന് ഒരുപാട് തടസ്സങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളങ്ങ് നീട്ടി എൻ്റെ ഉമാമഹേശ്വര അമ്മയും കൂടെ ചേർന്ന് എൻ്റെ മോൻ്റെ ഈ കല്യാണം തൃപ്തിയോടെ എനിക്ക് നടത്തി തരുന്നു. എൻ്റെ മോൻ്റെ കല്യാണം എല്ലാവരും വന്ന് ഈ അമ്മയുടെ നടയിൽ വന്ന് എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. എൻ്റെ മോൻ്റെ കല്യാണമാണ്. അത് 18-ാം തീയതി എൻ്റെ അമ്മ നടത്തി തരും. ഞങ്ങൾക്കത് വിശ്വാസമാണ്. കാര്യങ്ങളെല്ലാം മംഗളമാകും. 23 ആഴ്ച വരെയാണ് സ്വയംവര പൂജ നടത്തേണ്ടത്. അത് 10 പൂജ ആയപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ വിവാഹം നടന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ നടത്തി തരുന്നു. ഈ 18-ാം തീയതിയാണ് എൻ്റെ മോൻ്റെ ഈ ആഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് എൻ്റെ മോൻ്റെ കല്യാണം നടത്തുന്നത്. എല്ലാവരും ഇതിനോട് ചേർന്ന് ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഇത് നടത്തി തരുമോ? അമ്മ നടത്തി തരും. ഇതെനിക്ക് നല്ല വിശ്വാസമാണ്. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വന്ന് എൻ്റെ മോൻ്റെ കല്യാണാലോചനയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് പൂജ ചെയ്തു. 7-ാമത്തെ ആഴ്ചയിൽ വിവാഹം ഉറച്ചു. ഇപ്പോൾ ഇത് 11-ാമത്തെ ആഴ്ചയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയായിരുന്നു വരുന്നത്. മോന് ജോലിയും ഉണ്ട്. അങ്ങനെ മോൻ്റെ കല്യാണം ഉറച്ചു. സന്തോഷം, നല്ല വിശ്വാസമുണ്ട്. ഇവിടെ വന്നതിൽ ഞങ്ങൾ കുണ്ട്ര മുക്കൂട് നിന്നാണ് വരുന്നത്. എൻ്റെ മോന് സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലിയാണ്. ജോലി കിട്ടിയിട്ട് 1 വർഷമായുള്ളൂ. അപ്പോഴാണ് കല്യാണാലോചന ഒരുപാട് വന്ന് അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞ് ഈ അമ്പലത്തിൽ വന്ന് പൂജ ചെയ്താൽ മതിയെന്ന്. 7-ാമത്തെ ആഴ്ച തൊട്ട് മോൻ്റെ കുറച്ച് ഇപ്പോൾ നിശ്ചയം. നന്ദിയുണ്ട്. എൻ്റെ പേര് രാജേഷ്, സ്ഥലം പെരുമൺ. ഞാൻ ഉമാമഹേശ്വരി അമ്പലത്തിൽ സ്വയംവരാർച്ചന നടത്താൻ വന്നു. ഞാൻ 12 വിളക്കെടുത്തു. ഇപ്പോഴത്തെ എനിക്ക് ആലോചനകളെല്ലാം വന്നു തുടങ്ങി. 2 ആലോചന വന്നിട്ടുണ്ട്. ഉമാമഹേശ്വരി അമ്പലത്തിൽ ഞാൻ വന്നു. 12 പൂജയായപ്പോൾ എനിക്ക് ആലോചനകളെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തില്, അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംവര പൂജയ്ക്ക് ഞാൻ വന്ന്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വന്നു. 23 ആഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോൻ്റെ കല്യാണം റെഡിയായി. മെയ് 11-ാം തീയതി എൻ്റെ മോൻ്റെ കല്യാണം. നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാരും വന്നിരുന്നു ദേവനെ മനസ്സുരുകി നിങ്ങൾ പ്രാർത്ഥിക്കും. 23 പൂജ ചെയ്യണം. 23 പൂജ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും. ഉറപ്പാ. അത് അനുഭവക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് അറിയുന്നവരോടും എല്ലാവരോടും പറഞ്ഞ് ഭഗവാന്റെ ദേവിയുടെ മുമ്പിൽ വന്നിരുന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതിന് ഫലം കിട്ടിയിരിക്കും. ഉറപ്പാ. അമ്മേ മാമേ സർവേശ്വരി മാമേ കല്യാണം പ്രത്യേകം എല്ലാ സുഖങ്ങളും വാങ്ങിത്തരണം. കുടുംബദോഷത്തിനും മറ്റു എല്ലാ വിഷയങ്ങളും മാറ്റിത്തരണം. കണക്കായിക്കൊണ്ടായിരുന്നു സർവേശ്വരി മാമേ. എൻ്റെ വീട് ആയൂര് ചെറുവക്കൽ എന്ന സ്ഥലത്താണ്. ഞാൻ ഇവിടെ 2-3 തവണ സ്വയംവരാർച്ചന പൂജയ്ക്ക് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന പൂജയ്ക്ക് ഞാൻ വന്നിട്ടുണ്ട്.
അത് ചെയ്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മകൻ ദുബായിലാണ്. ഇവരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു മൂന്നാമത്തെ പൂജ ഒക്കെ കഴിഞ്ഞപ്പോൾ മകനൊരു വിവാഹം ഉറച്ചു. അത് ശക്തികുളങ്ങര ഒരു മോളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് നിശ്ചയം കഴിഞ്ഞു. ഇനി നവംബർ 7-നാണ് വിവാഹം. അതിനായി ഞാനിവിടെ കത്ത് പൂജിക്കാൻ വന്നതാണ്. എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു ക്ഷേത്രമായതുകൊണ്ട് നമ്മൾ മിക്കവാറും വന്ന് തൊഴാറുണ്ട്. പൂജ 3 കഴിഞ്ഞപ്പോൾ വിവാഹം കുറച്ചു. അതിനാൽ അമ്മയെ വന്ന് എല്ലാവരും കാണണമെന്ന് ഞാൻ പറയുകയാണ്. പുഞ്ചിരി തൂകുന്ന പൂമുഖം കണ്ടു ഞാൻ